വസ്തു എഴുതി തരുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും അച്ഛൻ വിളിപ്പിച്ചിരുന്നത്. കട്ടയ്ക്ക് കൂടെ നിന്നോണം, നീ അവിടെ ചെന്ന് കുളമാക്കരുത്. അത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. അവിടെ പോയി കിടന്ന് സംസാരിച്ച് കുളമാക്കരുത്. പിന്നെ വേഗം കൂടെ നോക്ക്, നിനക്കറിയാലോ എനിക്കാണ് 2-2.5 കോടി രൂപ വരെയുള്ളൊരു ഫ്ലാറ്റും എൻ്റെ ഭാര്യയും മക്കളും അല്ല. ഇതെല്ലാം കളഞ്ഞിട്ട് എനിക്ക് ഈ ഓണം കയറാൻ മൂലം വന്നിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എടാ, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റിയ താല്പര്യമൊന്നുമില്ല, നിനക്കറിയാലോ. അല്ലെങ്കിൽ ഇഷ്ടംപോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഇപ്പം എഴുതി തരാനാണ് അച്ഛൻ്റെ ഉദ്ദേശമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടാതെ ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് എഴുതി മേടിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തിന് വിറ്റ ആ പൈസ മൊത്തം ഉണ്ടല്ലോ നമുക്ക് പപ്പാതിയായിട്ട് വീച്ചെടുക്കാം. ഓക്കെ ആന്നേ? അകത്ത് കയറി ചള കുളവാക്കരുത്, മനസ്സിലായല്ലോ? പിന്നെ നിനക്ക് പണ്ട് മുതലേ ഒരു സോക്കറ്റ് ഉണ്ട്, എല്ലാം വീതിപ്പിക്കാൻ കൂടുതൽ നിനക്ക് വേണം. അത് ഈ കേസ് നടക്കത്തില്ല. ഒരുമിച്ച് പപ്പാതിയായിട്ടാണെങ്കിൽ ഈ പണി നടക്കും, ഇല്ലെങ്കിൽ ഞാൻ കളഞ്ഞ 2 പാട്ട് പോകും. സമ്മതിച്ചേ? അവിടെ കയറി അലമ്പല്ലേ നീ. അച്ഛാ ക്ഷീണിച്ചു പോയല്ലോ. അച്ഛാ പിന്നെ ഒട്ടും സമയമില്ലാത്ത സമയത്താണ് അച്ഛൻ വിളിച്ചത്. പിന്നെ ഇവളെയും കൂടെ കൂട്ടണോണ്ട് പെട്ടെന്ന് ഞാൻ അവിടെ പോയി ഇവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. എനിക്കാണെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ എറണാകുളത്തിന് തിരിച്ചു പോവുകയും വേണം. അപ്പോൾ ഞങ്ങളെ വിളിപ്പിച്ച കാര്യം എന്താണെന്ന് അച്ഛൻ പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമായിരുന്നു. അച്ഛാ, എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നിട്ട് പോരുന്നതല്ല. ചേട്ടൻ വന്നിട്ടുണ്ട്, അച്ഛൻ അറിയാലോ, നല്ല തിരക്കാ. പിന്നെ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നായിട്ട് എനിക്ക് തിരിച്ചു തരണം. അപ്പം ഇവൻ പോകുമ്പോൾ ഇവന്റെ കൂടെ തന്നെ എനിക്ക് തിരിച്ചു പോകാമല്ലോ. എന്താ കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് അങ്ങ് പോകാമായിരുന്നു. മക്കളെ, അച്ഛൻ ഇനി ഗൾഫിലേക്കൊന്നും പോകുന്നില്ല. കാരണം കൈക്കും കാലിനും ഒക്കെ വലിയ നീരും വലിയ അനാരോഗ്യ പ്രശ്നങ്ങളാണ്. ശിഷ്ടകാലം നിങ്ങളോടൊത്തൊക്കെ ജീവിച്ച് സന്തോഷകരമായി എനിക്കും അച്ഛനോടെ കഴിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെയോ അച്ഛൻ്റെയോ കാര്യം നോക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഞങ്ങൾക്കൊന്നിൻ്റെ കുറവ് അറിയിച്ചില്ലായിരുന്നു. അവൾ മരിച്ച സ്ഥിതിക്ക് എൻ്റെയും നിങ്ങളുടെ അപ്പൂപ്പൻ്റെയും കാര്യം നോക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ശിഷ്ടകാലം ഞാനും നിങ്ങളുടെ അപ്പൂപ്പനും കൂടി നിങ്ങളോടൊത്ത് വന്ന് താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അത് നിങ്ങൾക്കും ഇഷ്ടമാണെന്നറിയാം. ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ അടിയന്തരമായിട്ട് വിളിച്ചു വരുത്തിയത്. എനിക്ക് അച്ഛനെ കൊണ്ടുപോയി നോക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അച്ഛാ. പക്ഷേ മോളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ വന്ന് നിൽക്കാന്ന് വെച്ചാൽ അത് അച്ഛനും ഒരു നാണക്കേടാ, പിന്നെ എനിക്കും ചെറിയൊരു കുറച്ചില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം അച്ഛന് ജോലിയും കൂടെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് ചേട്ടൻ്റെ ആൾക്കാരുടെ മുന്നിൽ ഒരു നാണക്കേടല്ലേ അച്ഛാ. എന്നെക്കാൾ നല്ലത് ഇവന്റെ കൂടെ പോയി നിൽക്കുന്നതാ. ഇവനാവുമ്പം അച്ഛനെ കൊണ്ട് നിർത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല അച്ഛാ, അല്ലേടാ? അങ്ങനല്ല അച്ഛാ, അങ്ങനല്ല അച്ഛാ. അച്ഛൻ അത് അറിയാമല്ലോ, ഞാൻ എങ്ങനെ ജീവിക്കുന്ന അച്ഛനും അപ്പൂപ്പനും അറിയാമല്ലോ. എറണാകുളത്ത് ഒരു ചെറിയ ഫ്ലാറ്റിനകത്തിൽ ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത്. അച്ഛനും അപ്പൂപ്പനും അറിയാമല്ലോ. അതിനിടയിലോട്ട് നിങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെടും. ഇത്രയും വിശാലമായിട്ടുള്ളൊരു സ്ഥലത്ത് ജീവിച്ച് പറമ്പിലൊക്കെ നടന്ന് ഒക്കെ ഉള്ള നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരിക്കലും എറണാകുളത്തൊരു ഫ്ലാറ്റിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതിനേക്കാളും നല്ലത് ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ എപ്പോഴും ഇവിടെ വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് അച്ഛനും അപ്പൂപ്പനും അവിടെ വന്ന് ജീവിക്കുന്നതാണ് സന്തോഷം. ഭാര്യയ്ക്കും പിള്ളേർക്കും അവിടെ നിങ്ങളെ കാണാതിരിക്കാൻ പറ്റത്തേയില്ല. പക്ഷെ എന്ത് ചെയ്യാൻ അച്ഛൻ, എൻ്റെ ഒരു നിവൃത്തികേട് ഇതാ. ഇവളുടെ വീട്ടിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ പറമ്പും വീടും ഒക്കെ ഇവളുടെ വീട്ടിൽ അത് ഒരു നല്ല തീരുമാനമാണ്. പക്ഷെ എനിക്ക് അത്രയും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇവിടെ വന്ന് കണ്ടോളാം, അതായിരിക്കും നല്ലത്. ഇല്ലോടി? നീ എന്താ ഈ പറയുന്നത്? നിനക്കല്ലേ കൊണ്ടുപോയി നോക്കാൻ എളുപ്പം? അതാ നിനക്ക് കൊണ്ട് നോക്കിയാല് ഇവിടുന്ന് ആകുമ്പോൾ അച്ഛനും അപ്പൂപ്പനും കൂടെ ഓട്ടോറിക്ഷ അവിടെ വരെ വന്നാൽ മതി. ഞാനാണെങ്കിലോ ഇവര് ട്രെയിനിലെ ബസ്സിലെ കയറി അവിടെ വേണം. ഈ പ്രായമുള്ളവരെ ട്രെയിനിൽ ബസ് കയറി അവിടെ കൊണ്ടുവന്നാണോ നീ പറയുന്നത്? എന്തോ പറഞ്ഞാലും ശരി, എന്നെ കൊണ്ട് പറ്റത്തില്ല. അവിടെ നാണക്കേടാ. നീ എന്തോ ഈ പറയുന്നത്? എന്തോ നാണക്കേടാ? നിന്റെ അച്ഛനല്ലയോ? വേറെ ആരുടെ അച്ഛനൊന്നും അല്ലല്ലോ. നീ പറഞ്ഞേക്ക്, പുള്ളി അവിടെ വന്ന് നിൽക്കുന്നു. ഇവിടുന്ന് ആകുമ്പോ ഇച്ചിരി വന്നാൽ മതി. എനിക്കാകുമ്പോ ഞാൻ ഇവിടെ വന്ന് പുള്ളിക്കാരനെ ഇവരെ രണ്ടുപേരെ കണ്ടാൽ മതി. നിനക്കെന്താ പ്രശ്നം? നിനക്കൊന്നുമില്ലല്ലോ. ആ വീട്ടിൽ പടപട്ടാലെ പോലെ ഇവിടെ ഉണ്ടല്ലോ, അവിടെ എത്ര മുറിയുണ്ട്. ഞാനാണെങ്കിൽ ഒരു കോഴിക്കോട് പോലത്തെ ഒരു ഫ്ലാറ്റിനകത്തിൽ ഇവരെ രണ്ടുപേരെ കൊണ്ടുപോയി ശ്വാസം പിടിച്ചു നിർത്തണമെന്നാണോ നീ പറയുന്നത്? എടാ, ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ട് നിർത്താൻ എനിക്ക് ഇച്ചിരി നാണക്കേടുണ്ട്. നിനക്കാണെങ്കിൽ ആ പ്രശ്നമൊന്നുമില്ലല്ലോ. നിനക്ക് എന്ത്? എനിക്ക് അതിനേക്കാളും കൂടുതൽ വന്നാണല്ലോ നിന്നെ കെട്ടിച്ച്. നിർത്തിയ പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. നീ ഈ വീടും പറമ്പല്ല എഴുതി തരുമെന്ന് പറഞ്ഞല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നത്. നിർത്ത്. ബാക്കി ഞാൻ പറയാം. മക്കളെ, ഞാൻ കൂലിവേല ചെയ്ത ഇവനെ പഠിപ്പിച്ചത്. ഇവൻ
നിങ്ങളെ വളർത്തിയത് ഇവൻ ഗൾഫിൽ പോയി അവിടെ കിടന്ന് ആ ചൂട് കൊണ്ട് പൈസ ഉണ്ടാക്കിയാണ് നിങ്ങളെ വളർത്തിയത്. ഇവളെ ആണെങ്കിൽ 100-150 പവൻ്റെ സ്വർണവും കൊടുത്ത് ഒരു കാറും കൊടുത്താണ് ഇവളെ കെട്ടിച്ചത്. നിന്നെ ആണെങ്കിൽ നല്ലപോലെ പഠിപ്പിച്ചു, നിനക്ക് ജോലി മേടിച്ചു തന്നു, ഫ്ലാറ്റ് വാങ്ങിത്തന്നു, എല്ലാം ചെയ്തു. നല്ല നിലയിലാണ് നിങ്ങൾ രണ്ടുപേരും. ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോൾ ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ അച്ഛനെ വേണ്ടല്ലേ? മക്കളെ, ഇത്രയും നാളായിട്ടേ എൻ്റെ മോൻ മറുത്തൊരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഏതാഗ്രഹവും സാധിച്ചു തരും. എടിക്കടാ, നീക്ക് എന്താ വിചാരിച്ചേ? ഈ വീടും സ്ഥലവും കൂടെ നാളെ നിന്റെ പേര് എഴുതി തരുമെന്നോ? ഞാനിത് ഓൾറെഡി അനാഥാലയത്തിന് എഴുതി വെച്ചിരിക്കുക അച്ഛന്റെ സമ്മതത്തോടു കൂടി. ഇത്രയും കാലം എന്റെ ചോരയും നീ ഊറ്റിയെടുത്തിട്ട് നിനക്കൊന്നും തൃപ്തിയായില്ല. ഇനി വീട് സ്ഥലം കൂടി എഴുതി തരണോ? ഒട്ടുമിക്ക പ്രവാസികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ചോര ഊറ്റി കുടിച്ച് അവസാനം ചണ്ടിയാകുമ്പോ ആർക്കും വേണ്ട. ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. നീ ഒന്ന് നോക്കിയില്ലേലും ഞങ്ങൾക്ക് പുല്ലാടാ, പുല്ല്. നിനക്കൊക്കെ വേണ്ടി ജീവിച്ച് എന്റെ ജീവിതം വാഴ. ഇനി ഞാനും എന്റെ അച്ഛനും കൂടി ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കട്ടെ. ഞാനും എന്റെ അച്ഛനും കൂടി ഒരു ടൂർ പോവാണ്. തിരിച്ചു വരുമ്പോ മക്കളാണെന്ന് പറഞ്ഞാൽ നിന്നെ നീ പരിസരത്ത് കണ്ടുപോരുത്. ഇറങ്ങിപ്പോയിടാ.